വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ഇറ്റ്സ് ടൈം. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇറ്റ്സ് ടൈം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ടൈമിനെ കുറിച്ചിട്ട്, സമയത്തിനെ കുറിച്ചിട്ടാണ് ഈ ലെസണിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം എന്താ, ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് റൂമിൽ എന്താ, ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, റോക്കറ്റ് വിൽ ബി ലോഞ്ച്ഡ് അറ്റ് 3:30. അപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുക എപ്പോഴാണെന്നാ പറയുന്നത്, 3:30ക്കാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുക. വാട്ട്സ് ദ ടൈം നൗ? അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സമയം എത്ര ടീച്ചറെ എന്ന് ചോദിക്കുകയാണ്. 11:15. അപ്പോൾ എന്താണ് കുട്ടി പറയുന്നത്, 11:15 എന്ന് പറയുന്നുണ്ട്. ഹൗ മച്ച് ടൈം ഫ്രം 11:50 to 3:30? 11:15 നിന്നും 3:30 എത്ര സമയമുണ്ടെന്ന് വേറൊരു കുട്ടി ചോദിക്കുന്നുണ്ട്. ഹൗ മച്ച് ടൈം ബിഫോർ ലോഞ്ച്? അപ്പോൾ എന്താണ്, ലോഞ്ചിൻ്റെ മുമ്പ് എത്ര സമയമുണ്ട്? അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഹവേഴ്സ് ഫ്രം 11:30 to 3:30? എന്താണ്, 11:30ക്കും 3:30ക്കും ഇടയിൽ എത്ര ഹവർ ഉണ്ട്? അപ്പോൾ 11:30ക്കും നമുക്ക് നോക്കാം, 11:30ക്കും 3:30ക്കും ഇടയിൽ എത്ര സമയം ഉണ്ട്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 11:30 കഴിഞ്ഞാൽ 12:30, 1 മണിക്കൂർ. 12:30 കഴിഞ്ഞാൽ 1:30, 2:30, 3:30. അപ്പോൾ എത്ര മണിക്കൂറുണ്ട് കൂട്ടുകാരെ? 4 മണിക്കൂറുണ്ട്. എത്രയാണ്? 4 hours. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ കൂട്ടിയാൽ മതി, സിമ്പിളാണ്. എങ്ങനെയാണ്, 11:30 കഴിഞ്ഞാൽ 12:30, അപ്പോൾ 1 മണിക്കൂർ. ദെൻ 12:30 കഴിഞ്ഞാൽ 1:30, പിന്നെയും 1 മണിക്കൂർ. 1:30 കഴിഞ്ഞാൽ 2:30, പിന്നെയും 1 മണിക്കൂർ. 2:30 കഴിഞ്ഞാൽ 3:30, പിന്നെയും 1 മണിക്കൂർ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര മണിക്കൂർ നമുക്ക് കിട്ടും? 4 മണിക്കൂർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഹൗ മെനി മിനിറ്റ്സ് ഫ്രം 11:50 to 11:30? 11:50ക്കും 11:30ക്കും ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട്? എത്ര മിനിറ്റ് ആണ്? മൈനസ് ചെയ്താലും കിട്ടും, അല്ലാണ്ടും ജസ്റ്റ് നമുക്ക് കിട്ടും അല്ലേ. എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. നമുക്കറിയാം 15 എന്ന് പറയുമ്പോൾ എവിടെയാണ് സൂചി ഉണ്ടാവുക? ഇവിടെയാണ്. ആരാന്ന് പറഞ്ഞാൽ ഇവിടെയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. എത്രയാണ് കൂട്ടുകാരെ? 15 minutes. അപ്പോൾ ഹൗ മെനി മിനിറ്റ്സ് ഫ്രം 11:50 to 11:30 എത്രയാണ്? 15 minutes. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ, ഫ്രം 11:50 to 3:30 ഡാഷ് ഹവേഴ്സ് ഡാഷ് മിനിറ്റ്സ്. 11:15നും 3:30നും ഇടയ്ക്ക് എത്ര മണിക്കൂറുണ്ട്? എത്ര മിനിറ്റുകളുണ്ട്? അപ്പം എന്താണ് നമ്മുടെ ചോദ്യം? 11:15നും 3:30നും ഇടയിൽ എത്ര മണിക്കൂറും എത്ര മിനിറ്റുകളും ഉണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 13 3 കൂടി ആവാൻ എത്ര മണിക്കൂറുണ്ട് നോക്കി നോക്കാം. 11:15 കഴിഞ്ഞാൽ 12:15. ഓക്കെ, നമുക്ക് നോക്കാം. 11:15 കഴിഞ്ഞാൽ 12:15, 11:15, 2:15, 3:15. ഓക്കെ, 3:15. ഇനി 3:30 ആവാൻ എത്ര മിനിറ്റും കൂടെ വേണം? 15 മിനിറ്റും കൂടെ വേണം അല്ലേ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി? ഇവിടെ 1 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, 15 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 4 മണിക്കൂറും 15 മിനിറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ എത്രയാണ് കൂട്ടുകാരെ? 4 hours 50 minutes. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അറ്റ് നിധീസ് ഹോം. അപ്പോൾ ഇനി നമ്മൾ നിധിയുടെ വീട്ടിലത്തെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ആദ്യം തന്നെ നിധി
ആർ യു റെഡി? ഓൺലി 15 minutes ഫോർ ദ സ്കൂൾ ബസ്. അപ്പൊ അമ്മ പറയാണ് എന്ത്? നിധിനോട് ചോദിക്കുകയാണ്. അതിന്റെ മുന്നേ നിധിയുടെ വീട്ടിലത്തെ സമയം ഇപ്പോഴത്തെ സമയം കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 9:15 ആണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, നിധി നീ റെഡി ആയില്ലേ? ഇനി ആകെ 15 മിനിറ്റും കൂടെ ഉള്ളൂ സ്കൂൾ ബസ് വരാൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം 9:15. അങ്ങനെയാണെങ്കിൽ ഡ്രോ ഇൻ ദ ക്ലോക്ക് the time നിധി സ്കൂൾ ബസ് കം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിധിയുടെ സ്കൂൾ ബസ് വരുന്ന സമയം എത്ര? ഇപ്പോൾ സമയം 9:15. 15 മിനിറ്റ്സ് കഴിഞ്ഞാലാണ് സ്കൂൾ ബസ് വരിക. അപ്പൊ എത്രയാവും നിധിയുടെ സ്കൂൾ ബസ് വരുന്ന സമയം? 9:30, അതായത് 9:30. അപ്പൊ 9:30 നമ്മൾ എങ്ങനെയാണ് ക്ലോക്കിൽ വരയ്ക്കുക? ചെറിയ സൂചി 9നും 10നും ഇടയിൽ വരും. കൂട്ടുകാർ ക്ലിയർ ആയി വരയ്ക്കുക. 9നും 10നും ഇടയിൽ വരും. വലിയ സൂചിയാണെങ്കിലോ ആരാന്ന് പറയുമ്പോൾ എത്രയിലേക്ക് വരിക? 6ലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സമയം. എത്രയാണ്? 9:30. 9 ഹവേഴ്സും 30 മിനിറ്റ്സും. ഓക്കെ, അപ്പൊ ക്ലോക്കിനെ പറ്റിയിട്ട് ചെറിയ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നിധി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. അപ്പൊ നിധിയും നിധിയുടെ ഫ്രണ്ട്സും ഇപ്പൊ സ്കൂളിൽ എത്തി. ഇനി നമ്മൾ അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ ഡിജിറ്റൽ ക്ലോക്ക്. അപ്പൊ ഡിജിറ്റൽ ക്ലോക്കിലെ കുറച്ച് സമയങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 9:29 52 സെക്കൻഡ്സും then 53 ആവുന്നുണ്ട്, 54 55 56 അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. 52 എന്ന് പറയുന്നുണ്ട്. then അടുത്ത കുട്ടി 53 54 55 56 അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? അടിയിൽ കൊടുത്തിട്ടുണ്ട് 9 29 57 then 58 ആയി, 59 ആയി. നമുക്കറിയാം 59 കഴിഞ്ഞാൽ 59 സെക്കൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ അതെന്താ വരിക? 60 സെക്കൻഡ് ആവോ? ഇല്ല. അതിന് പകരം എന്താണ് ആവുക? 60ക്ക് പകരം 00 ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ പറഞ്ഞു തരാം. ഇപ്പൊ 9 മണിക്കൂറും 29 മിനിറ്റും 59 സെക്കൻഡും. അപ്പൊ ഇതിന്റെ മുന്നേ ആണെങ്കിൽ 9 മണിക്കൂറും 29 മിനിറ്റും 58, ഇവിടെ 57. അപ്പൊ 57 കഴിഞ്ഞാൽ 58 വന്നു, 59 വന്നു. ഇനി 59 കഴിഞ്ഞാൽ ഇനി അടുത്തത് എത്ര വരിക? 60 വരില്ല. അതിന് പകരം എന്താ വരിക എന്ന് വെച്ചാൽ 00 ആണ് വരിക. ഓക്കെ, ശ്രദ്ധിക്കുക. സെക്കൻഡ്സിൽ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ 60 പറയില്ല. അതിന് പകരം നമ്മൾ 00 ആണ് ഇടുക. then അതിന് പകരം നമ്മൾ ഈ 29 ഉണ്ടല്ലോ, ഈ 29 അതിൻ്റെ കൂടെ 29 പ്ലസ് 1 ചെയ്യും. 29 പ്ലസ് 1 ചെയ്യുമ്പോൾ അവിടെ എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ 59 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്കൻഡ്സ് നമ്മൾ എഴുതുമ്പോൾ 57 58 59 കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ 60 എഴുതില്ല. 60ന് പകരം നമ്മൾ 00 എഴുതും. എന്നിട്ട് ആ 1 എന്ത് ചെയ്യും? മറ്റോടത്ത് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടിയിലുള്ള നോക്കി നോക്കാം. 9 30 02 ആണ്. ഇനി അടുത്ത സംഖ്യ എത്ര ആയിരിക്കും? 0 9 30 0 2 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 3. പിന്നെ ഇനി നെക്സ്റ്റ് എത്ര വരും? 0 9 9 ഹവേഴ്സും 30 മിനിറ്റ്സും then 3 കഴിഞ്ഞാൽ എത്ര? 4 സെക്കൻഡ്സും. then അത് കഴിഞ്ഞാലോ 9 ഹവേഴ്സും 13 മിനിറ്റ്സും 0.5 എത്രയാണ്? സെക്കൻഡ്സും. ഓക്കെ, then അത് കഴിഞ്ഞാൽ 0 9 30 06 വരും. അങ്ങനെ പോവും. ഇനി ഇത് നേരം മറിച്ച് 9 ഇത് പോയി 13 59 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാ വരിക കൂട്ടുകാരെന്ന് പറയേ? 9 30 കഴിഞ്ഞാൽ 31 വരും. അടുത്തത് 00 വരും. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് കേട്ടു നോക്കുക. നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? Write the next times that the digital clock shows. Did you note?
Write the next times that the digital clock shows. അപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക് കാണിക്കുന്ന സമയങ്ങൾ നമ്മൾ എഴുതി പോയി. ഇനി അടുത്ത നമ്പർ ഏതാ വരിക? 9:30:07. അങ്ങനെ പോവും. Did you note the time in the above picture? What all changes did you understand? What is the time shown after 9 hours, 29 minutes and 59 seconds? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഇപ്പോൾ ഇവർ നമ്മളോട് ഒന്നും പറയുന്നത്. 9 hours-ഉം 29 minutes-ഉം 59 seconds-ഉം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാ വരിക? കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിക്കേ. അടുത്തത് എത്ര വരും? 9 hours 29 എന്നുള്ളത് എന്താവും? ഇവിടെ 59 ആണ്. അപ്പോൾ ഇവിടെ 00 ആവും. അപ്പോൾ ഈ 29 എന്താവും? 30 ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 9 hours 30 minutes and 0 seconds എന്ന് വരും. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ഷോൺ ആഫ്റ്റർ 29 minutes and 59 seconds and 30 minutes? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. അപ്പം നമുക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ നമ്മൾ 59 കഴിഞ്ഞ് 60 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? മിനിറ്റ് ഒന്നും കൂടി കൂട്ടി, 1 മിനിറ്റ് കൂടി. അതായത് നമുക്ക് പറയാം 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്. അപ്പൊ ഇതിലൂടെ ഇപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു, ബോക്സിലാക്കി വരക്കുക. 60 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനോട് തുല്യമാണ്. 16 seconds is equal to 1 minute. ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, 58 കഴിഞ്ഞപ്പോൾ 59 ആയി. ദെൻ 59 കഴിഞ്ഞാൽ 00. 59 കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക? കൂട്ടുകാർ പറഞ്ഞേ, ഇവിടെ 00 ആവും, ഇവിടെ +1 ആവും. അപ്പൊ എന്തായി? 100 ആയി. ഇനി അടുത്തത് എന്തായിരിക്കും? 101, 102, 103 അങ്ങനെ പോവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് പഠിച്ചു. 16 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നിധി അറ്റ് the time നിധി reached school. അപ്പൊ നിധി സ്കൂളിൽ എത്തിയിട്ടുള്ള സമയമാണ് എത്ര? 9:40 ആണ്. How much time did she travel to reach school? അപ്പൊ എത്ര സമയമായിരിക്കും നിധി ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക? അപ്പൊ നിധി സ്കൂളിലെത്തിയ സമയം 9:40 ആണ്. ദെൻ നിധി വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം എത്ര? 9:30 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് ആയിരിക്കും നിധി എടുത്തിട്ടുണ്ടാവുക? ഇത് എന്ന് പറയുന്നത് എത്ര? സെക്കൻഡ് ആണ്. ഇത് എന്ന് പറയുന്നത് എത്ര? മിനിറ്റ് ആണ്. ഇത് എത്രയാണ്? ഹവർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിധി എടുത്ത സമയം എത്രയാണ്? 10 minutes. ഓക്കെ, then ഇപ്പോൾ സമയം എത്ര? 9:45 ആണ്. When does the race walking begin? അപ്പൊ അവിടെ എന്താണ്? റേസ് വാക്കിംഗ് നടക്കാൻ പോവാണ്. അപ്പൊ അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ആൻസർ പറയുന്നുണ്ട് at 10:13, 10:30 തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, റേസ് വാക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായി നടക്കുകയാണ്. അപ്പോൾ എത്രയാണ്? 10:30 ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. 10:30 റേസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓരോ കുട്ടികളും എടുത്ത സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിലി, തനു, സയ, നിധി, അയാന. അപ്പൊ ഇവരൊക്കെ എന്താണ്? റേസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൗ ഡു വി നോ ഹൂ ഈസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു കുട്ടി ഫസ്റ്റ് പ്ലേസിൽ വന്നു എന്ന് അറിയാൻ പറ്റുക? അപ്പൊ ടീച്ചർ പറയുന്നുണ്ട്, ലുക്ക് അറ്റ് ദ ടൈം ഇൻ ദ ഡിജിറ്റൽ ക്ലോക്ക്. അപ്പൊ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സമയത്തിൽ ആരാണോ ഏറ്റവും ആദ്യം കുറച്ച് സമയം കൊണ്ട് എത്തിയത് അവരായിരിക്കും എന്ത്? ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ, the time when മിലി reached the finish. അപ്പൊ മിലി എത്തിയിട്ടുള്ളത് എത്രയാണ്? 10 hours. ഇതാണ് മിലിയുടെ 10 hours 31 minutes and 32 seconds. ഓക്കെ, how much time did she take to finish? അപ്പൊ എത്ര സമയമായിരിക്കും മിലി ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ മിലിയുടെ സമയം എന്ന് പറയുന്നത്
10:31:32 seconds ആണ്. നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്ത സമയം 10:30 അതായത് അപ്പുറത്ത് 00. ദെൻ ഇവിടെ മൈനസ് ചെയ്ത 32 1 0. സോ നമ്മുടെ മിലി റേസ് ഫിനിഷ് ചെയ്യാൻ എടുത്ത സമയം 1 minute 32 seconds. Okay. Then who finished the race in the least time? ഏറ്റവും കുറവ് സമയം കൊണ്ട് റേസ് ഫിനിഷ് ചെയ്തത് ആര്? അപ്പൊ ഇവിടെ എല്ലാവരും 10 ഇവരെല്ലാവരും 31. ദെൻ അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് ആരാണ് നോക്കിയാൽ മതി. ഇത് 32 25 12 29 15. അപ്പൊ ഏറ്റവും കുറവ് സമയം കൊണ്ട് എത്തിയിട്ടുള്ള നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ആരാണ് കൂട്ടുകാരെ? സയാണ്. ആരാണ്? സയ. How much time? അപ്പൊ സയ എടുത്തിട്ടുള്ള സമയം എത്രയെന്നാണ്. അപ്പൊ സയ എത്തിയിട്ടുള്ള സമയം 10:31 12 seconds ആണ്. നമ്മുടെ റേസ് തുടങ്ങിയ സമയം 10:30. അപ്പൊ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര? 1 മിനിറ്റും 12 സെക്കൻഡും. എത്രയാണ്? 1 minute and 12 seconds. Who write in the order the names of those who finished second and third. അപ്പോൾ ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് നമുക്ക് കിട്ടി സയ ആണ്. ഇനി അപ്പോൾ സെക്കൻഡ് ആരായിരിക്കും? സെക്കൻഡ് 32 25 12 29 15. അപ്പൊ ഫസ്റ്റ് സയ, സെക്കൻഡ് അയാന. ദെൻ അടുത്തത് ഏറ്റവും കുറവ് സമയം ആരാ? തനു ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് സയ, സെക്കൻഡ് ആരാണ് കൂട്ടുകാരെ? അയാന. ദെൻ തേർഡ് ആരാ? തനു. ഓക്കെ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ റേസിംഗ് കോമ്പറ്റീഷൻ കൂട്ടുകാരും ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ. ഇനി നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക്, നമ്മൾ ഒളിച്ചു കളി കളിക്കില്ലേ, ആ ഹൈഡ് ആൻഡ് സീക്ക് ആണോ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് നീൽ. അപ്പൊ നീലിനോട് പറയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് പറയാണ്. കൗണ്ട് ഓൺലി അപ് ടു 15. അപ്പൊ എന്താണ് അതിനു വേണ്ടി 50 വരെ എണ്ണിയാൽ മതി എന്ന് നീല് പറയാണ്. I didn't get enough time to hide teacher. അപ്പൊ എന്താണ്, എനിക്ക് കറക്റ്റ് ഹൈഡ് ചെയ്യാനുള്ള, ഒളിക്കാനുള്ള സമയം കിട്ടിയില്ല ടീച്ചർ എന്ന് പറയാണ്. ഓക്കെ. ടൈം ടു കൗണ്ട് അപ് ടു 15. അപ്പൊ എന്താണ്, അപ്പൊ ഇത് കൂട്ടുകാരോട് ചെയ്യാനാണ്, കൂട്ടുകാരൊരു ഗസ് എഴുതാനാണ്. 50 വരെ എണ്ണണമെങ്കിൽ കൂട്ടുകാർക്ക് എത്ര സമയം വേണ്ടി വരും. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക, കൂട്ടുകാരുടെ ഫോൺ, അമ്മയുടെ ഫോണോ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് അതിൽ ടൈമർ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് നോക്കുക. 1 to 15 കൗണ്ട് ചെയ്ത് നോക്കുക. ദെൻ എത്ര സമയം കിട്ടിയെന്ന് നോക്കുക. ഓക്കെ. എന്നിട്ട് എന്താ, കൂട്ടുകാരൊരു ഗസ്, ഇപ്പോൾ ഒരു 50 വരെ കൗണ്ട് ചെയ്യാൻ ഒരു 40 seconds ഒക്കെ മതിയാവുമായിരിക്കും. അപ്പൊ കൂട്ടുകാരുടെ ഗസ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അവിടെ എഴുതാം. then how much time is needed to count. ശരിക്കും ഇത് കൗണ്ട് ചെയ്യാൻ എത്ര സമയം വേണ്ടി വന്നു എന്ന് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആ കറക്റ്റ് സമയം ഇവിടെ എഴുതി കൊടുക്കുക. റൈറ്റ് ഇൻ ദ ടേബിൾ how much time your friend took to count 15. അപ്പൊ അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഫ്രണ്ട്സ് എത്ര സമയം എടുത്തു എന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്രണ്ട്സിന്റെ പേര് ഇവിടെ എഴുതാം. ഫ്രണ്ട്സിന്റെ പേര് ഇങ്ങനെ എഴുതാം. ഓക്കെ. എന്നിട്ട് അവരെടുത്ത സമയം ഇപ്പൊ എത്ര, 50 seconds 40 seconds അങ്ങനെ അവരെടുത്തിട്ടുള്ള സമയം ഇവിടെ എഴുതാം. 30 seconds 1 minute അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ. മിനിമം ടൈം ടു കൗണ്ട്. അപ്പൊ എന്താ, ഏറ്റവും കുറവ് സമയം കൊണ്ട് കൗണ്ട് ചെയ്തത് ആരാണ്, ഇപ്പൊ ഇതിൽ റിതയാണ്. അപ്പൊ ഇവിടെ റിത എന്ന് എഴുതുക. മാക്സിമം ടൈം ടു കൗണ്ട് ആരാണ്, ഫഹിമ. അപ്പൊ ഇവിടെ ഫഹിമ എന്ന് എഴുതുക. ഇതൊരു എക്സാമ്പിൾ ആണ്. കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ പേര് എഴുതിയിട്ട് അവരെടുത്ത സമയം വേണം ഇവിടെ എഴുതാനായിട്ട്. കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റി ആണ്, ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ്, മൈ ടൈം. റൈറ്റ് ദ തിങ്സ് യു ക്യാൻ ഡു ഇൻ 1 minute. അപ്പോൾ 1 minute കൊണ്ട് കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതാം. 1 minute കൊണ്ട് എന്താ, വെള്ളം കുടിക്കാം, അതുപോലെ ചിലർക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെ കൂട്ടുകാർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ, വാക്ക് ആൻഡ് ടൈം.
the time you take to walk all around the classroom right beside the walls. Find using a stopwatch. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക, അത് കൂട്ടുകാരെ ടീച്ചർ തരും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഓൺ ആക്കിയിട്ട് ക്ലാസ്സിൻ്റെ ചുറ്റും വോളിനോട് കൂടെ ചേർന്നിട്ട് നടക്കാൻ കൂട്ടുകാർക്ക് എത്ര സമയമാണോ എടുത്തത് ആ സമയം ഇവിടെ എഴുതുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കിയാക്കാം. ലുക്ക് അറ്റ് ദ നമ്പർ ബിലോ. അപ്പൊ ഈ നമ്പർ ഒന്ന് നോക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോർമഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ജസ്റ്റ് 2 ലൈൻസ്. അപ്പോൾ രണ്ട് പൊസിഷൻ മാറ്റിയിട്ട്, രണ്ടെണ്ണത്തിന്റെ പൊസിഷൻ മാത്രം മാറ്റിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നമ്മൾ ഡിജിറ്റൽ വാച്ചിലും ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഖ്യയാണല്ലേ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നോക്ക്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, 1 2 3 4 5 6 1 2 അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ തമ്മിൽ ചേരില്ല. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്പറിലെ ഏതെങ്കിലും വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോർമഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ജസ്റ്റ് 2 ലൈൻസ്. അപ്പൊ രണ്ട് ലൈനിന്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട്, ഇതിൽ ഏതെങ്കിലും രണ്ട് ലൈനിന്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലാർജസ്റ്റ് നമ്പർ ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലൈനും അതുപോലെ ഈ ലൈനും മായ്ക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സംഖ്യ എത്രയായി? 1 1 1 1. ഓക്കെ, ഇത് എത്രയാണ്? 1 10 100 1000. അപ്പോൾ 1111 നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണത്തിന്റെ പൊസിഷൻ മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെയും സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു മാത്രം. ഇനി നെക്സ്റ്റ്, in 101 one line from 0 is shifted to the middle of 0. എന്താണ് ഇതിൽ ഒരു നമ്പർ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അതായത് 1 0 1ൽ എന്ത് ചെയ്തു? ഈ രണ്ടെണ്ണം കൂടി മാറിയാണ്. ഈ ഒരു നമ്പർ ഇവിടെ വെട്ടി, ഇത് പോയിട്ട് ഇവിടെ വന്നു. അപ്പൊ നമ്മുടെ നമ്പർ എങ്ങനെയായി? ഇങ്ങനെയായി, 191 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? പൊസിഷൻ മാറ്റിയിട്ട് ഇതിൽ നിന്നും വേറെ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കി നോക്കാം. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എന്താണ്? സീ ദ പിക്ചർ, start drawing the picture without lifting the pencil till finished. എന്താണ് ഈ പിക്ചർ? നമ്മൾ ഒരു ഭാഗത്ത് തുടങ്ങി കൈയെടുക്കാണ്ട് അത് ഫുള്ളും ഫിനിഷ് ആവുന്നത് പോലെ വരയ്ക്കുക. ഓക്കെ, ഓൾസോ ഡോണ്ട് ഡ്രോൺ ദ ലൈൻ ഓൾറെഡി ഡോൺ. എന്താണ്? ആദ്യം വരച്ച വരന്റെ മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഹൗ മച്ച് ടൈം ഡിഡ് യു ടേക്ക് ടു ഡ്രോ? അങ്ങനെയാണെങ്കിൽ ഇത് വരയ്ക്കാൻ എത്ര സമയം എടുക്കും? ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ആദ്യം വരച്ച വരയുടെ മേലെ കൂടെ നമ്മൾ വരയ്ക്കാൻ പാടില്ല. ഒരിടത്തും തുടങ്ങിയാൽ പിന്നെ അവിടുന്ന് കൈയെടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു ടൈമർ എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കറക്റ്റ് ആകുമെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, വരച്ച വരയുടെ മേലെ കൂടെ വരയ്ക്കാൻ പാടില്ല, കൈ എടുക്കാനായിട്ട് പാടില്ല. കൂട്ടുകാർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് മേലേക്ക് പോയി നോക്കാം. ഇനി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയാൽ ഇവിടെ തട്ടും. ഓക്കെ, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് താഴെ പോവാം.
ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരും തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൈയെടുത്തിട്ടില്ല, ലൈനിന്റെ മേലെ കൂടെ വരച്ചിട്ടില്ല, അങ്ങനെ നമുക്ക് ഈ ഫിഗർ വരക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ കൂട്ടുകാർ വരച്ചു നോക്കിയിട്ട് അതിന് എത്ര സെക്കൻഡ്സ് എടുത്തു എന്ന് വെച്ചാൽ അത് ഈ സ്ഥലത്ത് എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ലെറ്റ്സ് മേക്ക് എ ക്ലോക്ക്. നമുക്ക് എന്തുണ്ടാക്കാം, ഒരു ക്ലോക്ക് ഉണ്ടാക്കി നോക്കാം. The children in Nidhi's class are making clocks. അപ്പോൾ എന്താണ്, നിധിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലോക്ക് ഉണ്ടാക്കുകയാണ്. Keep the clock you make in your math box. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ക്ലോക്ക് നിങ്ങളുടെ മാത്ത് ബോക്സിൽ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Start making clocks at 11. അപ്പോൾ ടീച്ചർ പറയാണ് 11 മണിക്ക് ക്ലോക്ക് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ. And we have 2 hours. എന്താണ്, നമുക്ക് എത്ര മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. When will it be finished? Show it in the clock. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി തീരുക? അപ്പോൾ ടീച്ചർ പറഞ്ഞ സമയം എത്രയാണ്, 11 മണി. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂറുണ്ടെന്ന് പറയാൻ, ആൻഡ് വി ഹാവ് 2 hours. 2 മണിക്കൂറുണ്ട്. അപ്പൊ എത്രയായിരിക്കും, 11 കഴിഞ്ഞാൽ 12 മണി, അപ്പൊ 1 മണിക്കൂറായി. 12 മണി കഴിഞ്ഞാൽ 1 മണി, ഇപ്പൊ എത്ര മണിക്കൂറായി, 2 മണിക്കൂറായി. അപ്പൊ എപ്പോഴാണ് പ്രോഗ്രാം ഫിനിഷ് ആവുക, 1 മണിക്ക്. 1 hour 0 minute and 0 seconds. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഷോ ഇറ്റ് ഇൻ ദ ക്ലോക്ക്. ക്ലോക്കിൽ നമ്മൾ ഇത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. ചെറിയ സൂചി എന്താ, സ്ട്രെയിറ്റ് ഒന്നിൽക്ക്, വലിയ സൂചിയാണെങ്കിലോ 12ക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. 1 hour is 16 minutes. അപ്പോൾ ഇപ്പൊ നമ്മൾ പുതിയ ഒരു കാര്യം പഠിക്കാൻ പോവാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 hour is equal to എന്താണ്, 60 minutes ആണ്. അപ്പൊ ഇത് കൂട്ടുകാർ പഠിക്കുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 16 minutes. Write in minutes the time taken to make the clock. എന്താണ്, write in minutes the time taken to make the clock. അപ്പോൾ ഈ ക്ലോക്ക് ഉണ്ടാക്കാൻ കൂട്ടുകാരെടുത്ത സമയം മിനിറ്റിലാക്കിയിട്ട് എഴുതാനാണ്. അപ്പോൾ 2 മണിക്കൂറാണ് ക്ലോക്ക് എടുക്കാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 60 × 2, അതായത് 120 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 120 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. See the clock Nidhi made. അപ്പൊ നിധി ഉണ്ടാക്കിയിട്ടുള്ള ക്ലോക്ക് ഒന്ന് കൂട്ടുകാർ നോക്കിയേ. ഓക്കെ, time taken for the second half to move from 9 to 12 is dash second. എന്താണ്, time taken for the second hand. സെക്കൻഡ് ഹാൻഡിന് 9 നിന്നും 12ലേക്ക് പോവാൻ എത്ര മിനിറ്റ് ആണ്? 9 കഴിഞ്ഞാൽ 10, 11, 12. എത്ര മിനിറ്റ് ആയിരിക്കും? എത്ര മിനിറ്റ് അല്ല അവിടെ ചോദിച്ചിട്ടുള്ളത്, സെക്കൻഡ്സ് ആണ്. സോറി. അപ്പോൾ എത്ര സെക്കൻഡ്സ് ആണ്? 50 seconds. ഓക്കെ, ഇനി write the time shown by the clock, dash hours, dash minutes and dash seconds. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള സമയം എത്രയാണ്? ഒന്ന് നോക്കി നോക്കൂ. ഡാഷ് ഹവേഴ്സ്, എത്ര ഹവർ ആണ്, എന്നാൽ അതുപോലെ എത്ര മിനിറ്റ് ആണ്, എത്ര സെക്കൻഡ് ആണ്, നമുക്ക് നോക്കി നോക്കാം. എത്രയാണ്? 12ന്റെയും 1ന്റെയും ഇടയിലാണ് ചെറിയ സൂചി, ഹവർ ഹാൻഡിന്റെ. അപ്പൊ 12 മണിക്കൂറും then എത്രയാണ്, ഇത് എത്രയാണ്, 55 ആണ്. 55 മിനിറ്റ്സും 45 സെക്കൻഡ്സും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കി നോക്കൂ. ടൈം ടേക്കൺ ബൈ ദ ഹവർ ഹാൻഡ് ടു മേക്ക് 1 റൊട്ടേഷൻ. ടൈം ടേക്കൺ ബൈ ദ ഹവർ ഹാൻഡ് ടു മേക്ക് 1 റൊട്ടേഷൻ. ഹവർ ഹാൻഡിന് ഒരു റൊട്ടേഷന് എടുക്കുന്ന സമയം എത്രയാണ്? ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടുന്ന് മുതൽ ഇതുവരെ. അപ്പൊ എത്ര? 1 hour, 2 hour, 3 hour, 4 hour, അങ്ങനെ എത്ര അവർ വരും? 12 hours വരും. എത്ര hours വരും? 12 hours വരും. സോറി.
ഓക്കെ, എത്ര വരും? 12 hours വരും. വാട്ട് അബൌട്ട് ദ മിനിറ്റ് ഹാൻഡ്? അപ്പൊ മിനിറ്റ് ഹാൻഡിനാണെങ്കിലോ എത്ര മണിക്കൂർ പിടിക്കും? മിനിറ്റ് ഹാൻഡിന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ 1 hour വേണം. ഓക്കെ, then and second handന് എത്ര വേണം? 1 minute വേണം. The longest and thinnest hands of the clock is the second hand. അപ്പോൾ ഏറ്റവും വലിയതും തിന്നസ്റ്റുമായിട്ടുള്ള ഹാൻഡ് എന്ന് പറയുന്നത്, ക്ലോക്കിലെ ഹാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഹാൻഡ് ആണ്. ഓക്കെ, വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മൂവിങ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക്? ഒരു ക്ലോക്കിലെ ഏറ്റവും ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഹാൻഡ് ഏതായിരിക്കും? ഹവർ ഹാൻഡ് ആണോ? അല്ല, ഏത് ഹാൻഡ് ആണ്? സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. സീ ദ ക്ലോക്ക്, റൈറ്റ് ദ ടൈം. അപ്പോൾ ക്ലോക്കിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ സമയം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലോക്കിൽ എത്ര ഹവർ ആണ്? 3 hour ആണ്. ദെൻ മിനിറ്റ് ആണെങ്കിലോ 5, 10, 15, 20, 25, 30. അപ്പോൾ മിനിറ്റ് 30. സെക്കൻഡ്സ് ആണെങ്കിലോ 5, 10, 15. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കൂ. എത്ര മണിക്കൂറാണ് കാണിക്കുന്നത്? 10 hours, then 10 minutes and ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. 20, 21, 22, 23. അപ്പോൾ എത്ര സെക്കൻഡ്സ് ആണ്? 23 സെക്കൻഡ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ? ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക്. ഇനി നമുക്ക് ടൈം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ടൈം ക്ലോക്കിൽ വരച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. 12 hours, 50 minutes, 30 seconds. അപ്പോൾ 12 hours 50 minutes ആണ്. 50 minutes എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ 1 മണിക്ക് ആവാനായി. അപ്പോൾ ചെറിയ സൂചി നമുക്ക് എവിടെ വരക്കാം? ഇത് തെറ്റാണ്, കാരണം ഇതിന്റെ ഇടയിൽ ഒരു ഇവിടെ ഒക്കെ ആയിട്ട് വേണം ചെറിയ സൂചി വരാന്. ഓക്കെ, ചെറിയ സൂചി ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇത് ഹവർ ഹാൻഡിന്റെ നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ? മിനിറ്റിന്റെ കൊടുക്കണം. അപ്പോൾ മിനിറ്റിന്റെ നമുക്ക് ബ്ലൂ വെച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, മിനിറ്റിന്റെ 50ലേക്കാണ്. 50 എന്ന് പറയുമ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45, 50. അപ്പോൾ എന്തിലേക്ക് വരും? ഇങ്ങനെ വരും. നമുക്ക് വേണമെങ്കിൽ ഇതും കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് ആവശ്യമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ 50 minutes ആയി. ദെൻ സെക്കൻഡ്സ് നമ്മൾക്ക് വേറെ കളറേറ്റ് കൊടുക്കാം. ഓക്കെ, സെക്കൻഡ്സ് എത്ര സെക്കൻഡ്സ് ആണ്? 30 seconds ആണ്. 30 seconds എന്ന് പറഞ്ഞാൽ എത്രയാ? ഇങ്ങോട്ട് 30 അടിക്ക് വരും. അയ്യോ സോറി, ഇതൊന്ന് ഇങ്ങോട്ട് വരൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 6 hours, 5 minutes, 16 seconds നമുക്ക് വരക്കണം. ഓക്കെ, 6 hours, 5 minutes. 6 hours എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. 5 minutes എന്ന് പറയുമ്പോൾ 5 minutes ചെയ്താൽ ഇങ്ങോട്ട് വരും. സോറി, കറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരക്കണേ. ഇങ്ങോട്ട് വരും. ദെൻ 16 seconds എന്ന് പറയുമ്പോൾ 16 ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, 16 seconds എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ സിമ്പിളാണ്, കൂട്ടുകാർ വരച്ചു നോക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കി നോക്കാം. പസിൽ കോർണർ. 1 hour ago the time was 10 hours and 15 minutes. അപ്പോൾ 1 മണിക്കൂർ മുന്നേ സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറും 15 മിനിറ്റും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ what will be the time after 2.5 hours? 2 മണിക്കൂറും 2.5 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്ര? അപ്പോൾ 1 hour ago എന്ന് പറയുന്ന സമയം 10:15 ആയിരുന്നു. ടൈം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 hour ago. അപ്പോൾ കറണ്ട് സമയം എന്ന് പറയുന്നത് 10:15 കൂടെ പ്ലസ് 1 hour കൂട്ടിയതായിരിക്കും. അപ്പോൾ 11:15 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ 2.5 hours later. അപ്പോൾ 2.5 hours later എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 2.5 മണിക്കൂർ കൂട്ടുക. അപ്പോൾ 11 എന്നുള്ളത് 12 കഴിഞ്ഞ് 1 ആവും. ഇനി ഇതിൻ്റെ കൂടെ അരയും കൂടി കൂട്ടുമ്പോൾ 5:45 ആവും. അപ്പോൾ എത്രയാണ് സമയം? 1:45. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 1 hour 45 minutes. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ലിറ്റിൽ ഡ്രോപ്പ് മൈറ്റി ഓഷ്യൻ. അപ്പോൾ പുതിയൊരു ഭാഗമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്താണ് ലിറ്റിൽ ഡ്രോപ്സ് മൈറ്റി ഓഷ്യൻ? Each seconds 1 milliliter of water leaks out of these pipe. അപ്പോൾ ഓരോ സെക്കൻഡ്സിലും എന്താണ് 1 milliliter വെള്ളം ഈ പൈപ്പിലൂടെ എന്താവുന്നുണ്ട്? ഇങ്ങനെ ലീക്കായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ how many milliliters of water will leaks out in 10 minutes? അപ്പോൾ ഒരു സെക്കൻഡിൽ 1 milliliter വെള്ളം പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 minutesൽ എത്ര പോവും? 600 milliliters of water വേസ്റ്റ് ആയിട്ട് പോവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് വെള്ളമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയൊരു ഡ്രോപ്പ് അല്ലേ പോകുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് വിട്ട് കളയാൻ പാടില്ല. നോക്കൂ, ഇപ്പോൾ 10 മിനിറ്റിലാവുമ്പോൾ 600 milliliter വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓൺലി സെക്കൻഡ്സ്. Time taken by second hand to reach 1 from 12. അപ്പോൾ time taken by second handനെ, അതായത് സെക്കൻഡ് ഹാൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുത്ത സമയം എത്രയാണ്? 5 seconds. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ സെക്കൻഡ് ഹാൻഡ് എത്ര സെക്കൻഡ് ആണ്? 5 seconds മാത്രമാണ് എടുക്കുള്ളൂ. ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ് ടു റീച്ച് 2 from 12. അപ്പോൾ ഇവിടുന്ന് 12ന് 2ക്ക് എത്താൻ എത്ര സമയം എടുക്കും? 10. ഇങ്ങോട്ട് 5, ഇങ്ങോട്ട് 5. 5 plus 5, 10. Okay. Next, in 15 seconds, the second hands move from 11 to what number? അപ്പോൾ 15 seconds കൂടുമ്പോൾ 12ൽ നിന്ന് എങ്ങോട്ട് എത്തും നമ്മുടെ സെക്കൻഡ് ഹാൻഡ്? ഇതിൽക്ക് 5, ഇതിൽക്ക് 10, ഇതിൽക്ക് 15. അപ്പോൾ എവിടെ എത്തും നമ്മുടെ സെക്കൻഡ് ഹാൻഡ്? 3ലോട്ട് എത്തും. ഓക്കെ, നെക്സ്റ്റ് എന്താ? Time taken by the second hand to complete a circle. അപ്പോൾ ഒരു സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയം 5, 10, 15, 20, 25. എത്രയാണ്? ഹാഫ് സർക്കിൾ ആണ്. കംപ്ലീറ്റ് ഹാഫ് സർക്കിൾ, അതായത് ഹാഫ് സർക്കിൾ മാത്രമാണ്. അത് എത്രയാണ്? 5, 10, 15, 20, 25, 30. എത്രയാണ്? 30. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. കുക്കിംഗ് കോമ്പറ്റീഷൻ. അറ്റ് ദ സ്കൂൾ റീയൂണിയൻ ദേ മെയ്ഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പായസം. അപ്പോൾ സ്കൂൾ റീയൂണിയൻ എന്താ? അവർ പല ടൈപ്പിലുള്ള പായസം അവർ ഉണ്ടാക്കി നോക്കി. ദ ക്ലോക്ക് ഷോസ് ദ ടൈം ഓൾ സ്റ്റാർട്ടഡ് ദ കുക്കിംഗ്. അപ്പോൾ അവർ കുക്കിംഗ് തുടങ്ങിയിട്ടുള്ള സമയമാണ് നമ്മുടെ ക്ലോക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഐ ഫിനിഷ്ഡ് ഇൻ 2 hours and 10 seconds. ഞാൻ എത്രയാണ്? 2 മണിക്കൂറിലും 10 സെക്കൻഡോടും കൂടി ഞാനത് ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സമയം ഇവിടെ വരയ്ക്കണം. അപ്പോൾ 2 മണിക്കൂറും കൊണ്ടും 10 സെക്കൻഡും. അപ്പോൾ ഇപ്പോഴുള്ള സമയം 10, ഇപ്പോഴുള്ള സമയം 10 ഹവറും പിന്നെന്താ 30 മിനിറ്റ്സും 5 സെക്കൻഡ്സുമാണ്. അപ്പോൾ ഇതിൽ 2 hours 10 seconds. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 hours കൂട്ടിയാൽ 10 കഴിഞ്ഞാൽ 11, 12 മണിക്കൂർ, 12 ഹവറും 30 minutes തന്നെ കിട്ടും. ദെൻ 5 seconds എന്നുള്ളത് എത്രയാവും? 15 ആവും അല്ലേ? 5 + 10 എത്രയാ? 15 ആവും. അപ്പോൾ ഈ സമയം വേണം നമ്മുടെ ക്ലോക്കിൽ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 12 ഹവറും 30 മിനിറ്റും 50 സെക്കൻഡ്സും കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 2 hours 10 seconds കഴിഞ്ഞു. അപ്പോൾ 2 hours, ഇവിടെ 0 minute 10 seconds, ഇത് ആഡ് ചെയ്താൽ മതി. 50
30 ഇറക്കിയിട്ടു 12 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ക്ലോക്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന സമയം നമ്മൾ വരയ്ക്കണം. 12 മണിക്കൂറും 30 മിനിറ്റും 15 സെക്കൻഡും. അപ്പോൾ 12 മണിക്കൂറും 30 മിനിറ്റും എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എങ്ങോട്ട് വരും? ഹവർ ഹാൻഡിൻ്റെ സൂചി 10ൻ്റെയും 12ൻ്റെയും 1ൻ്റെയും സെൻറ്ററിലേക്ക് വരും. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കൂട്ടുകാർ വരയ്ക്കുക. ദെൻ വലിയ സൂചി എന്ത് വരും? 6ലേക്ക് വരും. ദെൻ എന്താണ് സെക്കൻഡ്സിൻ്റെ സൂചി 15ലേക്കും വരും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് കളറായി വരച്ചാൽ ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? I needed only 132 minutes and 35 seconds. എനിക്ക് ആകെ എത്ര മതി? 132 മിനിറ്റും 35 സെക്കൻഡും. അപ്പോൾ ഈ 132 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 60 × 2 ചെയ്താൽ നമുക്ക് 120 കിട്ടും. അപ്പോൾ അത് നമുക്ക് 132 നമുക്കൊന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അതായത് 132 മിനിറ്റ് എന്ന് പറയുന്നത് 132 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മണിക്കൂറും എത്രയാ? 12 മിനിറ്റും ആണ്. ഓക്കെ അല്ലേ? ദെൻ അതിൻ്റെ കൂടെ എന്താണ്? 132 മിനിറ്റ് പ്ലസ് 35 സെക്കൻഡ്സ്, അതായത് 2 hour 12 minutes പ്ലസ് 35 സെക്കൻഡ്സ്. ഓക്കെ, നമ്മുടെ കറക്റ്റ് സമയം 10 മണിക്കൂറും 30 മിനിറ്റും 5 സെക്കൻഡിലാണ് തുടങ്ങിയത്. സോ കഴിയുക എപ്പോഴായിരിക്കും? 40 സെക്കൻഡ് കിട്ടി. ദെൻ ഇത് 30 12 42 മിനിറ്റും 12 ഹവറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 12 ഹവറും ദെൻ 42 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ദെൻ പിന്നെ എത്ര സെക്കൻഡ്സ് ആണ്? 40 സെക്കൻഡ്സും 40 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വരും 40 സെക്കൻഡ്സും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? അടുത്തത് 20 മിനിറ്റ്സും 20 minutes 45 seconds before 2 hours I finished cooking. ഓക്കെ, അപ്പോൾ അത് എത്രയാണ് സമയം എന്നാ പറയുന്നത്? നമുക്ക് നോക്കി നോക്കാം. 20 മിനിറ്റ്സും 45 സെക്കൻഡ്സും ബിഫോർ 2 hours I finished cooking എന്നാണ് പറയുന്നത്. 2 hour ആവുന്നതിന് 20 മിനിറ്റ്സും 45 സെക്കൻഡ്സും മുന്നേ. അതായത് എത്രയായിരിക്കും സമയം? 1 hour 39 മിനിറ്റ്സും 50 സെക്കൻഡ്സും. അപ്പോൾ 1 hour നമ്മൾ 1 hour 39 ആണ്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലായിട്ട് വരക്കുക. ഓക്കെ, എന്നിട്ട് 30 ആണ്, ഇത് 40. അപ്പോൾ 39 വരുമ്പോൾ ഇങ്ങോട്ട് വരും അല്ലേ? അല്ല, ഇത് 30 ഇത് 35 ആണല്ലേ? അപ്പോൾ 39 വരുമ്പോൾ എങ്ങോട്ടാ വരിക? 8ൻ്റെ അങ്ങോട്ടാണ് വരിക. 39 ആയി. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് 50 സെക്കൻഡ്സ് ആണ്. 50 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ യൂസ് ചെയ്താൽ കൂട്ടുകാർക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? I needed 1 hour and 50 minutes and 25 seconds. എനിക്ക് എത്രയാണ്? 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡ്. 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും. നമ്മൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടൈം എത്രയാണ്? 10 മണിക്ക് 30 മിനിറ്റ് 5 സെക്കൻഡ് സമയത്താണ് ഇത് തുടങ്ങിയത്. എനിക്ക് ആവശ്യമായ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡുമാണ്. അപ്പോൾ എപ്പോഴായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക? ഇത് ആഡ് ചെയ്താൽ മതി. 25 5 30 സെക്കൻഡ്, 50 3 അല്ലേ? അപ്പോൾ 0 5 കഴിഞ്ഞാൽ 6 7 8 80 ആയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത്? ഓക്കെ, അപ്പോൾ ഇവിടെ 80 മിനിറ്റ്സ് ആണ്. നമുക്കറിയാം 60 കഴിഞ്ഞാൽ ഈ 80ന് നമുക്ക് എന്ത് എഴുതാം? 60 + 20 എന്ന് എഴുതാം. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മണിക്കൂറാണ്. അപ്പോൾ ഈ 11 എന്നുള്ളത് പിന്നെ എത്രയായി മാറും?
12 ആയിട്ട് മാറും. ഈ 12 ഇവിടെ 30 സെയിം തന്നെ. ദെൻ ഈ 12 നമ്മൾ എന്ത് ചെയ്തത്, 1 hour ആയിട്ട് ഇങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കി ഇനി എത്ര മാത്രമാണ് ഇവിടെ ഉള്ളൂ, 20 ഉള്ളൂ. അപ്പോൾ ഇതിലത്തെ സമയം എന്ന് പറയുന്നത് 12 മണി 20 മിനിറ്റ് 30 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ 12 മണി നമുക്ക് കുറച്ച് ചെരിച്ചിട്ട് ഇങ്ങോട്ട് വരക്കാം. ദെൻ 20 മിനിറ്റ് ഇങ്ങോട്ട്, ദെൻ 30 സെക്കൻഡ് ഇങ്ങോട്ട്. ഓക്കെ. Then mark on the clock beside. ഇതിൽ നമ്മൾ ഇനി മാക്സിമം ടൈം എടുത്തവരും മിനിമം ടൈമും കുക്ക് ചെയ്യാൻ എടുത്തവരും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരെടുത്ത സമയം അവർ നേരെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവരെടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ 12 മിനിറ്റ് 35 സെക്കൻഡ് ആണ്. ദെൻ ഇയാളെടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ 30 മിനിറ്റും 10 സെക്കൻഡുമാണ്. ദെൻ ഇവരെടുത്ത സമയം 1 മണിക്കൂർ 39 മിനിറ്റും 15 സെക്കൻഡും. ദെൻ ലാസ്റ്റ് വൺ ഇയാളെടുത്ത സമയം 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനാണ് ഇതിന് നേരെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആരാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. 2 hour 30 minute and 10 second ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം 2 hour 30 minute 10 seconds. ഓക്കെ. ഇനി മിനിമം സമയം എടുത്തത് ആരായിരിക്കും, 1 മണിക്കൂറാണ്. 1 മണിക്കൂർ ഇവരാണ് ഇതാണ് 1 hour 39 minutes and 15 seconds. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. നോട്ടീസ് ബോർഡ്. December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. The competition in connection with National Mathematics Day celebration will be conducted on 20/12/2025. Those who wish to participate must give their names to the class teacher before 1:30 today. Competitions, math quiz, math puzzle, pattern making. അപ്പോൾ എന്താണ്, ഒരു നാഷണൽ മാത്തമാറ്റിക്സ് ഡേയുമായി ബേസ് ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്യണം. സമയമെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു കുട്ടി ആലോചിക്കുന്നുണ്ട്, ഡേറ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ്. 20/12/2025. ഡേറ്റ്സ് ആർ റിട്ടൺ ഇൻ ദെയർ ഓർഡർ. ഡേറ്റ്, മന്ത്, ഇയർ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഡേറ്റ് എങ്ങനെയാണ് എഴുതാറ്, ആദ്യം ഡേറ്റ്, പിന്നെ നമ്മൾ മന്ത് എഴുതും, പിന്നെ നമ്മൾ ഇയർ എഴുതും. ഓക്കെ. സാധാരണ നമ്മൾ ഈ ഓർഡറിലാണ് എന്ത് ചെയ്യാറ്, ഡേറ്റ് എഴുതാറ്. ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ അതർ ഓർഡർ. അപ്പോൾ വേറെ കൺട്രീസിൽ ചിലപ്പോൾ എങ്ങനെയാണ് എഴുതുക, മന്ത്, ആദ്യം മന്ത് എഴുതും, ദെൻ ഡേറ്റ്, ദെൻ ഇയർ, ഇങ്ങനെയാണ് എഴുതാറ്. നമ്മുടെ അവിടെ സാധാരണ ഇങ്ങനെയാണ് എഴുതാറ്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ടു ഗീവ് നെയിംസ്. അപ്പോൾ നെയിംസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നാ പറയുന്നത്. Those who wish to participate must give their names to the class teacher before 1:30 today. അപ്പോൾ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് എത്രയാണ്, 15/12/2025. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ, the sub-district competitions are on 1/1/2026. അപ്പോൾ sub-district competition എന്നാന്നും കൊടുത്തിട്ടുണ്ട്. How many days after the school competitions are the sub-district competition held? അപ്പോൾ സ്കൂൾ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ട് നമ്മുടെ സബ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷന്. അപ്പോൾ ഇത് 20-ാം തീയതിയാണ്, ഇത് 1/1, ഇത് 20/1, 20/12. അപ്പോൾ 20 കഴിഞ്ഞാൽ 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 ആയി. ഡിസംബറിൽ 31 ദിവസം ഉണ്ടാവും. ഡിസംബറിൽ 31 ദിവസം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 31 കൂടി കൺസിഡർ ചെയ്യണം. 31. അപ്പോൾ ഇവിടെ 10 ദിവസം, ഇവിടെ ഒരു ഡേ. അപ്പോൾ എത്ര വേണം, അപ്പോൾ 20-ാം തീയതിയിൽ നിന്നും 1-ാം തീയതിക്ക് എത്താൻ എത്ര ദിവസം ഉണ്ട്, 11 days. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. Find from the calendar. ഇനി നമുക്ക് എന്താ, കലണ്ടറിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം.
look at this year's calendar. അപ്പോൾ എന്താണ് ഈ പ്രാവശ്യത്തെ കലണ്ടർ ഒന്ന് നോക്കി നോക്കുക. which day of the week is December 22? അപ്പോൾ ഈ which day of the week, അപ്പോൾ ഏത് ഡേ ആണ് ഡിസംബർ 22 വരുന്നത് എന്ന് കൂട്ടുകാരൊന്ന് നോക്കി നോക്കുക. ഏത് ഡേ ആയിരിക്കും? ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഡിസംബർ 22 എന്ന് പറയുന്നത് എന്താണ്? മൺഡേ ആണ് വരിക. അപ്പോൾ കൂട്ടുകാരൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. മാർച്ച് 28 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണെങ്കിൽ മാർച്ച് 11 എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് എഴുതി നോക്കിയാൽ മതി. കാരണം ആകെ കുറച്ച് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാർച്ച് 28 ഏതാണ്? തേഴ്സ്ഡേ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ 27 എന്തായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. 26 എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. 25 എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? കൂട്ടുകാർ മാർച്ച് 11 വരെ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും മാർച്ച് 11 എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടുകാർ എഴുതിയിട്ട് മൺഡേ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, then today is Sunday. What day will be the 24th day from today? അപ്പോൾ ഇന്ന് എന്താണ്? ടുഡേ ഈസ് സൺഡേ. അപ്പോൾ നമ്മൾ 1-ാം തീയതി എന്ന് എഴുതിയിട്ട് ടുഡേ ഈസ് സൺഡേ, 1-ാം തീയതി നമ്മൾ സൺഡേ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 24th ഡേ എന്തായിരിക്കും? അപ്പോൾ 2 നമ്മൾക്ക് മൺഡേ എന്ന് എഴുതാം, 3 ട്യൂസ്ഡേ, 4 വെനസ്ഡേ, അങ്ങനെ എഴുതി പോയിട്ട് 24-ലെത്തും. അപ്പോൾ 24 എന്താ കിട്ടുന്നത് നോക്കി നോക്കാം. അപ്പോൾ 24 അങ്ങനെ എഴുതിയ 24 കിട്ടും ട്യൂസ്ഡേ. ഓക്കെ, ഇതിന് വേറെ മാത്തമാറ്റിക്സിൽ വേറെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം കലണ്ടർ മാത്ത്. അപ്പോൾ എന്താണ്? ഒരു കാലണ്ടർ കൊടുത്തിട്ടുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ദെൻ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. 3 sets of numbers are marked on the calendar. അപ്പോൾ എന്താണ്? ഇതിൽ 3 സെറ്റ് നമ്പേഴ്സ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3, 10, 17, 24, 31. അതുപോലെ തന്നെ 4, 12, 20, 28, 2, 8, 14, 20, 26 എന്നിങ്ങനെ 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. See any relationship between the numbers in each set. അപ്പോൾ എന്താണ്? ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? Write down in your notebook. Continue the pattern. അപ്പോൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമുക്ക് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3, 10, 17, 24, 31. ഇനി ഇതാണെങ്കിലോ 4, 12, 20, 28, പിന്നെ അടുത്തത് ഏതാ വരിക? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കിയാൽ നമുക്ക് റിലേഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കൂ. 12 - 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 4 കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10, 11, 12, 8 കിട്ടി. ഈ 12 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. ഇത് തമ്മിൽ എത്ര? 20 - 12 ചെയ്താൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ ഇത് മൈനസ് ഇത് ചെയ്താൽ നമുക്ക് 8 തന്നെ കിട്ടും. അങ്ങനെയാണ് നമുക്ക് 28 കിട്ടിയത്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് നോക്കി നോക്കൂ. 2 കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8, 6. ഇതിൽ +6 ചെയ്തപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്. ഇനി നമുക്ക് 8 കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. 9, 10, 11, 12, 13, 14, 15, 16. ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്? +8 ചെയ്തപ്പോഴാണ് പിന്നെ നമുക്ക് കിട്ടിയത്. +8 ആണ്. ഒന്നുകൂടി നോക്കി നോക്കി. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 14. അവിടെ നമുക്ക് +6 ആണ് കിട്ടിയത്. അപ്പോൾ +6 ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും? 14 + 6 ആയിരിക്കും. 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 20 ആയിരിക്കും. കറക്റ്റ് ആണോ നോക്കി നോക്കൂ. 4, 12, 20. ഓക്കെ, ദെൻ 28. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നമ്പേഴ്സ് കിട്ടി. ഇനി നമ്മുടെ ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ആ ആക്ടിവിറ്റീസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ?
The sightseeing trip started at 5:30. അപ്പോൾ 5:30 സൈറ്റ് സീയിങ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ ദ മോർണിംഗ് ഫ്രം നിധി സ്കൂൾ. അപ്പോൾ നിധിയുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ്. രാവിലെ 5:30 സൈറ്റ് സീയിങ് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ വിസിറ്റിംഗ് സെവറൽ പ്ലേസസ് ദേ കെയിം ബാക്ക് അറ്റ് 5:30 ഇൻ ദ ഈവനിങ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട ശേഷം അവർ എത്ര മണിക്ക് തിരിച്ചെത്തി? 5:30 തിരിച്ചെത്തി. ഹൗ മച്ച് ടൈം ഡിഡ് the trip take? അങ്ങനെയാണെങ്കിൽ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? അപ്പൊ രാവിലെ 5:30, then 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, then 12:30 കഴിഞ്ഞാൽ പിന്നെന്താ വരിക? 1:30, 2:30, 3:30, 4:30, 5:30. അപ്പൊ എത്രയാണ് നമുക്ക്? ഒന്ന് കൂട്ടുകാരെ കയ്യുമ്പോ എണ്ണി നോക്കിയാൽ നമുക്ക് കിട്ടും എത്ര മണിക്കൂറാണ്? 12 hours. Okay. Next question നോക്കൂ. To move from 7 to 3, how much time will the hour hand take? To move from 7 to 3. 7ൽ നിന്ന് 3ലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എവിടുന്നാണ്? 7ൽ നിന്ന് 3ലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ how much time will the hour hand take? hour hand മണിക്കൂർ സൂചി എത്ര സമയം എടുക്കും? അപ്പൊ 7ൽ നിന്ന് 3ലേക്കാണ്. അപ്പൊ 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 1, 2, 3. ഇപ്പൊ നമ്മൾ എത്ര വിരൽ മടക്കി? 8 വിരൽ മടക്കി. അപ്പൊ എത്ര മണിക്കൂറാണ്? 8 hours. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ് to reach 11 from 5 is dash second. This is dash minutes. എന്താണ്? ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡിന് 11ൽ നിന്നും 5ലേക്ക് എത്താൻ എത്ര സെക്കൻഡ്സ് വേണം? അത് എത്ര മിനിറ്റ് ആണ്? എത്ര സെക്കൻഡ്സ് വേണം? 30 സെക്കൻഡ്സ് വേണം. ഇത് നമ്മൾക്ക് മിനിറ്റിൽ എഴുതുമ്പോൾ എത്ര എഴുതാ? ഹാഫ് മിനിറ്റ്. കാരണം 16 സെക്കൻഡ് ആണ് എന്ത്? 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ ചോദ്യം നോക്കാം. 2 hours before the time was half past 9 ആണ് എഴുതിയിരിക്കുന്നത്. സോ അത് 9 ആയിരിക്കും. What will be the time after 3.5 hours? ഓക്കെ. അപ്പോൾ 2 hours before നമുക്കൊന്ന് കുറച്ച് സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്ത് നോക്കാം. 2 hours before സമയം എന്ന് പറയുന്നത് 9:30 ആണ്. ദെൻ അപ്പോൾ ഇപ്പോൾ കറണ്ട് നൗ ഇപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9:30ൻ്റെ കൂടെ ഒരു +2 ചെയ്തതായിരിക്കും. അതായത് 9:30, 10:30, 11:30. ഓക്കെ, ഇപ്പോഴുള്ള സമയം 11:30. ദെൻ ആഫ്റ്റർ 3.5 hours. അപ്പോൾ ആഫ്റ്റർ 3.5 hours ആഫ്റ്റർ 3.5 hours കഴിഞ്ഞാൽ സമയം എത്രയായിരിക്കും? 11:30, 12:30, 1:30, 2:30. അപ്പൊ എത്രയായിരിക്കും സമയം? ആഫ്റ്റർ 3.5 hours കഴിഞ്ഞാൽ സമയം എന്ന് പറയുന്നത് എത്രയാവും? 11:30 കഴിഞ്ഞാൽ 12:30, 2:30, 3:30. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? 2 hours before the time was half past 9. അതായത് half past 9 എന്ന് പറഞ്ഞാൽ എത്ര? 9:30. 2 hours before ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് ടൈം എത്രയായിരിക്കും? ഇപ്പോഴുള്ള സമയത്തിന്റെ കൂടെ 2 മണിക്കൂർ കൂട്ടിയത് 11:30 ആയിരിക്കും കറണ്ട് അവർ. നൗ ആഡ് 3.5 hours. ഇനി എന്താണ്? ഇതിന്റെ കൂടെ 3.5 മണിക്കൂർ കൂട്ടണം. അതായത് 11:30 + 3.5. 11:30 കഴിഞ്ഞാൽ 12:30, 1:30, 2:30, 2:30 പ്ലസ് പിന്നെ ഒരു അര ഉണ്ട്. ഇപ്പൊ 3 ആയിട്ടുള്ളൂ. പ്ലസ് ഒരു ഹാഫും കൂടി വരുമ്പോൾ എത്രയാവും? 3 ആവും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 3.
വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 3.5 hours എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 o'clock ആയിരിക്കും സമയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി ഈസ് ഓൺ 2nd. ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. വാട്ട് ആർ ദ അതർ ഡേയ്സ് വിച്ച് ആർ ഫ്രൈഡേസ്? അപ്പോൾ ഫ്രൈഡേയിൽ വരുന്ന ബാക്കി ദിവസങ്ങൾ ഏതായിരിക്കും? അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ? അപ്പോൾ 2-ാം തീയതിയാണ് ഒരു ഫ്രൈഡേ. അപ്പോൾ 2 + 7 എത്ര? 9 ആയിരിക്കും അടുത്ത ഫ്രൈഡേ. +7 16, 23, 13. അപ്പോൾ +7 ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ സമയം എന്ന് പറയുന്നത്? നമ്മുടെ ഫ്രൈഡേസ് വരിക 2, 9, 16, 23, 13 ഒക്കെ ആയിരിക്കും ഫ്രൈഡേസ്. ഓക്കെ. ഇഫ് ദ 7th of a month is Thursday, അപ്പോൾ ഒരു മാസത്തിലെ 7-ാം തീയതി എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണെങ്കിൽ വാട്ട് ഡേ ഇസ് ദ 17th? അപ്പോൾ 17th ഡേ എന്തായിരിക്കും? അതുപോലെ തന്നെ വാട്ട് ഡേ ഇസ് ദ 27th? 27th ഡേ എന്തായിരിക്കും? ഓക്കെ. അപ്പോൾ 17th. അപ്പോൾ ഇത് എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. 7th ഡേ എന്താണ്? തേഴ്സ്ഡേ ആണ്. അപ്പോൾ 8th ഡേ ഫ്രൈഡേ, 9th ഡേ സാറ്റർഡേ. അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് 17th ഡേ എന്തെന്ന് കിട്ടും? 17th ഡേ സൺഡേ എന്ന് കിട്ടും. ദെൻ നമ്മൾ 18, 19 അങ്ങനെ ചെയ്യുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ എഴുതി പോവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27th എന്താന്ന് കിട്ടും. ഓക്കെ. 27th എന്തായിരിക്കും? ചെയ്തു പോയാൽ വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ 17th എന്താണ്? 17th സൺഡേ ആണ്. ദെൻ 27th വെനസ്ഡേ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് എഴുതി നോക്കാം. റൈറ്റ് ദ ടൈം. ഓക്കെ. ദെൻ അപ്പോൾ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, സമയം എഴുതാനാണ്. ഈ സമയം എത്രയാണ്? ഹവർ എന്ന് പറയുന്നത് 9 hour ആണ്. മിനിറ്റ് എന്ന് പറയുന്നത് 9 അല്ല, അത് മിനിറ്റ് ആൻഡ് ആണല്ലേ. ഓക്കെ, സോറി. ഓക്കെ. ഹവർ ആൻഡ് ചെറിയ സൂചി എടുക്കാൻ നോക്കി നോക്കൂ. 5-ന്റെയും 6-ന്റെയും ഇടയിൽ. അപ്പോൾ എത്രയായിരിക്കും? 5 hours. മിനിറ്റ് ഹാൻഡ് എത്രയാണ്? ഒരു 45, 46, 47 ഒക്കെ വരും. 47 minutes. ദെൻ ഇനി സെക്കൻഡ് ഹാൻഡ് എത്രയാണ്? 1-ന്റെയും 2-ന്റെയും ഇടയിൽ. അപ്പോൾ ഒരു 6, 7 സെക്കൻഡ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും. ഇനി അടുത്തതിൽ നോക്കൂ. ഹവർ ആൻഡ് 8-ന്റെയും 9-ന്റെയും ഇടയിലാണ്. സോ 8 hours എത്ര മിനിറ്റ് ആണ്? 25 minutes. ദെൻ 59 seconds. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോ ചെയ്യണം. അപ്പോൾ 4 hours-ഉം 28 minutes-ഉം 44 seconds-ഉം 4 hours-ഉം 28 ആണ്. അപ്പോൾ നമ്മൾ 4-ന്റെയും 5-ന്റെയും ഇടയിലായിട്ട് അവർ ഹാൻഡ് വരച്ചു. ദെൻ 28 minutes എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ദെൻ 44 seconds വരുമ്പോൾ ഓക്കെ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇത് കൂട്ടുകാർ കറക്റ്റ് നോക്കി വരക്കുക. ദെൻ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ദെൻ അടുത്തത് 1 hour-ഉം 45 minutes ആണ്. അപ്പോൾ നമുക്ക് 2-ന്റെ അവിടേക്ക് എത്താനായിട്ട് വരക്കാം. ദെൻ 45 ആണ്. 45 minutes-ഉം 40 seconds-ഉം ഇങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.